Hey, welcome all. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സ്ട്രിങ്സ് എന്താണ്, ഇൻറ്റിജേഴ്സ് എന്താണ്, ഫ്ലോട്ട്സ് എന്താണെന്നായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ? ഓക്കെ, നമ്മളത് ടെസ്റ്റ് ചെയ്തു. ചെറിയൊരു അഡീഷൻ ചെയ്തിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തു, പൈത്തൺ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി, എന്തെങ്കിലും ഇറേഴ്സ് വരുന്നുണ്ടോ നോക്കിയിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ഇനിയായിരിക്കും ഈ ഒരു കോഴ്സിൻ്റെ പൈത്തൺ കോഴ്സിലേക്ക് തന്നെ പൈത്തൺ കോഴ്സിൻ്റെ ശരിക്കൊരു തുടക്കം തന്നെ ഈ ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ എന്നായിരിക്കും ഇനിയായിരിക്കും നമുക്ക് പൈത്തണിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പോകുന്നത്. പൈത്തണിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ എന്നായിരിക്കും പൊതുവെ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ മുന്നേ എന്താണ് പ്രോഗ്രാമിംഗ്, എന്താണ് കോഡിങ്? അപ്പോൾ ഈ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഗിവൺ ടു കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന ഒരു തരത്തിലൊരു ഇൻസ്ട്രക്ഷൻസ്, നീ അത് ചെയ്, നീ ഇത് ചെയ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻ എഴുതുന്നതിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, ഒരു വേലക്കാരനോട് നീ അത് ചെയ്യും. കമ്പ്യൂട്ടർ വേലക്കാരനായി ചിന്തിക്കുക വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കമ്പ്യൂട്ടറിന് വേലക്കാരനായി ചിന്തിച്ച ശേഷം നീ അത് ചെയ്, നീ ഇത് ചെയ് എന്ന് പറയണം. പക്ഷേ ഈ പറയുന്ന വേലക്കാരനോട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റൂൾ പ്രകാരം പറഞ്ഞാൽ അവൻ അനുസരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേക തരത്തിലുള്ള റൂളും ഒരു സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു സംഭവത്തിനാണ് കോഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസ്ട്രക്ഷനാണ് കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പേഴ്സണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി പൈത്തൺ ലാംഗ്വേജിൽ എങ്ങനെ കോഡിങ് അല്ലെങ്കിൽ കുറച്ച് കോഡിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് പൈത്തൺ IDLE ഓപ്പൺ ചെയ്യാം. അത് നമ്മുടെ ഈ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻബിൽട്ട് ആയിട്ട് വരും. ആക്ച്വലി ഈ IDLE ഒരു ലേണിംഗ് പർപ്പസിനായിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ കോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് എന്തായാലും ലേൺ ചെയ്യാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് അവിടെ ആദ്യം ഒന്ന് നമുക്ക് പരിശീലിച്ച് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് IDLE എന്ന് സ്പെല്ലിംഗ് മാറിപ്പോയി, സോറി. ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നടന്ന് പൈത്തൺ ഷെൽ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ പൈത്തൺ അഡീഷൻ ചെയ്യാനാവൂ നോക്കാം. ബേസിക് ആയ ഒരു ചെറിയ കാര്യമാണ്. 1 + 2. ഓക്കെ, നമുക്ക് 3 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി, ശരിയല്ലേ? അപ്പോൾ അഡീഷൻ ചെയ്യാനാവും. ഓക്കെ, എന്നാൽ അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, സബ്ട്രാക്ഷൻ ചെയ്യാനാവും നോക്കാം. 3 - 2 ഓഫ് കോഴ്സ് 1. അപ്പോൾ നമുക്ക് 1 എന്ന റിസൾട്ട് കിട്ടി. അപ്പം സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാവും നോക്കാം. 3 × 5 15 ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് 15 എന്ന റിസൾട്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാവും നമുക്ക് തീർച്ചയായും. ഇനി അടുത്ത് നമുക്ക് ഡിവിഷൻ ചെയ്യാനാവുമോ നോക്കാം. 6 / 2 3.0. ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഇൻറ്റിജർ വാല്യൂസ് കിട്ടിയില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ പോയിന്റ് ആയിട്ട് നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ 6 / 2 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടിയാൽ മതി. ഇവിടെ ഡെസിമൽ പോയിന്റ് വേണ്ട ശരിക്കും. പക്ഷേ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫ്ലോട്ട് അല്ലെങ്കിൽ ഫ്ലോട്ട് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്നാ പറയാം. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് എന്ത് വരും, ഡെസിമൽ പോയിന്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 3.0 എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസിമൽ പോയിന്റോടെ തരുന്നതാണ്. ഇനി നമുക്കിനി നോക്കിക്കഴിഞ്ഞാൽ 3 / 2 നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരു ഡെസിമൽ പോയിന്റോടെ നമുക്ക് 1.5 കിട്ടി. അതുകൊണ്ടാണ് നമുക്ക് 3.0 അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റോടെ നമുക്ക് തരുന്നത്. അപ്പോൾ ചില കേസിൽ നമുക്ക് ആ ഡെസിമൽ പോയിന്റ് വേണ്ടി വരില്ല, നമുക്ക് 3 മാത്രം മതി, അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ 3/3 എന്നിട്ട് കഴിഞ്ഞാൽ കണ്ട ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ തന്നെ അതേ എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6/2 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ
വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവിഷനാണ് നമ്മൾ വിളിക്കുന്നത് വെച്ചാൽ ഇൻറ്റിജർ ഡിവിഷൻ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡിവിഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഇതിലൂടെ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് കോമ്പിനേഷൻസ് ഓഫ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 5 + 4 - 5. ഓക്കെ, പൊതുവേ നമുക്ക് ഇവിടെ ആൻസർ കിട്ടാൻ പോകുന്നത് പൊതുവേ 4 ആയിരിക്കും ചാൻസ്, ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കമ്പ്യൂട്ടറോട് പറയുമ്പോൾ നമ്മൾ ചെറിയ റൂൾസ് പാലിക്കണം എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 5 + 4 സെയിം എക്സാമ്പിൾ എടുക്കുക. എന്നിട്ട് നമ്മൾ -2 ഇവിടെ നമ്മൾ എന്നിട്ട് 5 ഇടാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സിൻടാക്സ് ഇറർ, ഇൻവാലിഡ് സിൻടാക്സ് ഇറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറേഴ്സ് വരും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എങ്ങനെയായിരിക്കും സിൻടാക്സ് ഇറർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇറർ എങ്ങനെയായിരിക്കും കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ബ്രാക്കറ്റൊക്കെ വെച്ചിട്ട് ബോട്ട് മാസ് റൂളൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. 5 + 7 × 3. ഓഫ് കോഴ്സ് അതും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇൻറ്റിജേഴ്സ് ആൻഡ് ഫ്ലോട്ട്സിന്, ഈ രണ്ട് തരത്തിലുള്ള ഡാറ്റ ടൈപ്സിനെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇനി ഒരു പുതിയൊരു കാര്യത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ സ്ട്രിങ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് സ്ട്രിങ്സ്? സ്ട്രിങ്സ് എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് എൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു തരത്തിലുള്ള സ്ട്രിങ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രിങ്സിനെ നമ്മളൊക്കെ ഇങ്ങനെ പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ അപ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മൾ സ്ട്രിങ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ സ്ട്രിങ്സിനെ ഒരു ഡബിൾ കോട്ടിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിലോ അത് കണ്ടെയ്ൻ ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഹെലോ സിംഗിൾ കോട്ടിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഹെലോ തിരിച്ച് കിട്ടി. അപ്പോൾ സ്ട്രിങ്സ് അലൗഡഡ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വേറൊരു കാര്യം കൂടി ചെയ്താൽ ഡബിൾ കോട്ട്സിൽ ചെയ്യാം. തൽക്കാലം എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് JR കോഡിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് JR കോഡിംഗ് തന്നെ നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ പ്രിൻറ്റ് ചെയ്ത് വരുന്നതിന് നമുക്ക് ഒരു സ്ട്രിങ്സ് പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്യാം. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പുതിയൊരു വേർഡ് വന്നിട്ടുണ്ട്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഫങ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഫംഗ്ഷന് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ടാവും. നമ്മൾ എപ്പോഴൊക്കെയാണോ ആ ഫംഗ്ഷനെ വിളിക്കുന്നത് ആ സമയത്ത് ആ പെർട്ടിക്കുലർ ടാസ്ക് എന്തെന്ന് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം ഇവിടെ പൈത്തന് ഒരു ഇൻബിൽട്ടായിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് പ്രിൻറ്റ്. അപ്പോൾ പ്രിൻറ്റ് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്സ് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്ത് വരും. അതാണ് പ്രിൻറ്റിൻ്റെ ഫംഗ്ഷൻ. പ്രിൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഫങ്ഷൻസ് പലതരത്തിലെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. വെച്ചാൽ അതിന് പാസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പാരാമീറ്റേഴ്സൊക്കെ പാസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അങ്ങനെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ സ്ട്രിങ് പാസ് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും ഹെലോ തന്നെ കൊടുക്കാം. ഹെലോ എന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എൻ്റർ ചെയ്ത സമയത്ത് എന്തായി, സ്ക്രീനിൽ ഹെലോ പ്രിൻറ്റ് ചെയ്ത് വന്നു. പക്ഷേ ഇവിടെ ഡബിൾ കോട്ട് നമ്മൾ കൊടുത്ത സിംഗിൾ കോട്ടോ അല്ല ഡബിൾ കോട്ടോ ഒന്നും ഇവിടെ സിംഗിൾ കോട്ട്സ് ഉണ്ട് അല്ലേ? പക്ഷേ ഇവിടെ എന്തില്ല, ആ ഹെലോ അങ്ങനെ തന്നെ അവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നു. അതാണ് അതിൻ്റെ ആ പ്രിൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫംഗ്ഷൻ അതാണ്. അപ്പം ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓഫ് കോഴ്സ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇൻബിൽറ്റ് അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളത് തുടക്ക സ്റ്റേജിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കണ്ട. ഓക്കെ, നമുക്ക് എന്നാൽ നമുക്ക് ഇതിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രിങ്സിനെ കൊണ്ട് കുറച്ച് കളികളെല്ലാം കളിക്കാം. വേറൊരു കാര്യം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ANNDESWAR ഞാൻ ജസ്റ്റ് ഒന്ന് അനന്തേശ്വേഴ്സ് ലാപ്ടോപ്പ് എന്ന് എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു സിൻടാക്സ് എറർ വന്നിട്ടുണ്ട്. അപ്പം അപ്പോൾ എന്തോ നമ്മൾ റൂളിൽ തെറ്റിച്ചു. ആക്ച്വലി ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഒരു സിംഗിൾ കോട്ടിൽ ഇത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനന്ദേശ്വർ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആയിട്ട് കണക്കാക്കി. പക്ഷേ ഇവിടെ ഒറ്റ സിംഗിൾ കോട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ഇവിടെ കണ്ടില്ലേ,
അപ്പോൾ ഇതൊരു വേറൊരു സ്ട്രിങ് ആയിട്ടും ഇത് വേറെന്തോ ടൈപ്പായിട്ടും റൂളായിട്ടും അവർ പൈത്തൺ കണക്കാക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ ഇത് രണ്ടും സിംഗിൾ കോട്ടിൽ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു സ്ട്രിങ് ആണ്. ഇതെന്ന് വെച്ചാൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടില്ലേ, ഒരു എന്താണ് സിംഗിൾ കോഡിൽ അത് ഒരു ഫുള്ളാവാത്ത പോലെ അവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു കളർ റെപ്രസെൻറ്റേഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡബിൾ കോട്ട്സിൽ ആക്കണം. നമുക്ക് ജസ്റ്റ് അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പ്രിൻ്റ് ഡബിൾ കോട്ട്സിൽ നമുക്കിടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ANNDSWR ഒന്ന് ഡബിൾ കോട്ട്സ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, കണ്ടില്ലേ, ഇവിടെ ആ ഒരു സിംഗിൾ കോട്ട് ഇടുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമില്ലാതെ വന്നു. ഇനി അത് ലാപ്ടോപ്പ്. ഓക്കെ, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആന്തേശം ലാപ്ടോപ്പ് തന്നെ വന്നു, അവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് എന്താക്കും, നമുക്ക് അവിടെ ആ ഡബിൾ കോട്ട് ഉപയോഗിക്കാതെ എനിക്ക് സിംഗിൾ കോട്ട് തന്നെ അവിടെ ഉപയോഗിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സിംഗിൾ കോട്ട് തന്നെ ഉപയോഗിച്ചിട്ട് അതൊന്നും കൂടി എഴുതുകയാണ്. മുകളിൽ കൊടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം, വെറുതെ സമയം കളയണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഡബിൾ കോട്ട് ഇടാൻ താല്പര്യം, ചില ആൾക്കാർക്ക് അത് ഇടാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക അതെങ്ങനെ ചെയ്യും ആക്ച്വലി. ഓക്കെ, അതെങ്ങനെ ചെയ്യൽ വെച്ചാൽ ആക്ച്വലി നമ്മൾ പൈത്തനോട് പറയണം, നിങ്ങൾ അതൊരു റൂളായിട്ട് കണക്കാക്കണ്ട, അതൊന്ന് സ്കിപ്പ് ചെയ്തേക്ക്. അപ്പോൾ ആക്ച്വലി അവിടെ ആ ഒരു സിംഗിൾ കോട്ടൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ കണക്കാക്കണം എന്ന് പറയുകയാണ് നമ്മൾ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് / അവിടെ കൊടുക്കുക. ഇപ്പോൾ എന്തായി, ഫുള്ളായിട്ട് നമുക്കതൊരു ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയ പോലെ ഇവിടെയും കിട്ടി. ഇനി കുറച്ച് വേറെ എന്തൊക്കെയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു ലൈനിൽ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതി അതിന് ശേഷം വേറൊരു സെൻറ്റൻസ് താഴെ ആയിരിക്കണം വേണമെന്ന് വിചാരിച്ചു. ഒരു കവിതയൊക്കെ എഴുതുന്ന സമയത്ത് എങ്ങനെ ഒറ്റ ലൈനിൽ നമുക്ക് വരുന്നതിനേക്കാൾ രണ്ട് ലൈനിലായിട്ട് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മുകളിലത്തെ അതേ സെൻറ്റൻസ് ഞാൻ കോപ്പി ചെയ്യാണ്. അനന്തേശ്വസ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ലാപ്ടോപ്പ് എനിക്ക് സെക്കൻഡ് ലൈനിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ /n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്സിൻ്റെ ഉള്ളിലാണേ n കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് നമുക്ക് വേറൊരു ലൈനിലായിട്ട് കിട്ടി. കണ്ടില്ലേ, ആനന്ദേശ്വസ് ലാപ്ടോപ്പ് എന്ന് വേറെ ഒരു ലൈനിലായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ട്, സ്ട്രിങ്സ്, പിന്നെ കുറേ പ്രിൻ്റ് ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു, പിന്നെ കുറേ പ്രിൻറ്റിനെ കുറിച്ച് കുറേ നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ കുറച്ച് ബേസിക്കായ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ എന്തിനെക്കുറിച്ച്, വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.